അക്കൗണ്ട് പൂട്ടിയില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിയുണ്ടെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറയുകയാണ്. പണം വാങ്ങി അക്കൗണ്ട് അടച്ചുപൂട്ടാൻ സമ്മർദ്ദം ചെലുത്തുന്ന വാട്സാപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടും അഭിജിത്ത് പങ്കുവയ്ക്കുന്നു. അതേസമയം ജൻസി യുവാക്കളുടെ കൂട്ടായ്മയെ പിന്തുണച്ച് രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തി തുടങ്ങിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകുന്നവരുടെ എണ്ണം ഓരോ മണിക്കൂറിലും വർദ്ധിക്കുകയാണ്. എക്സിൽ ആദ്യത്തെ അക്കൗണ്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ആരംഭിച്ച രണ്ടാമത്തെ അക്കൗണ്ടിന് പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 2 ലക്ഷത്തിനോട് അടുക്കുകയാണ്. നേരത്തെ നഷ്ടപ്പെട്ട അക്കൗണ്ടിനുണ്ടായിരുന്നത് 2,05,000 പേരുടെ പിന്തുണയായിരുന്നു. എന്തായാലും അതേസമയം തന്നെ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിന് 2 കോടിയിലേറെ ആളുകളുടെ പിന്തുണ ഇതിനോടകം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ BJP അനുകൂലികളായിട്ടുള്ള ആളുകളുടെ ഭീഷണി ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അഭിജിത്ത് ദീപക് എന്ന് പറയുന്ന യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് അമേരിക്കയിലായാലും തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി വരുന്നുണ്ട് എന്ന് ഇയാൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ രംഗത്തെത്തുകയാണ്. ശശി തരൂരും അതോടൊപ്പം തന്നെ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശശി തരൂർ ഈ വിഷയത്തിൽ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്നും പ്രതിഷേധത്തിന് ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട് എന്നും എക്സിൽ കുറിക്കുകയും ചെയ്തു. അതേസമയം പാകിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഉള്ളത് എന്ന ആരോപണത്തെയും ശശി തരൂർ എക്സിലെ പോസ്റ്റിലൂടെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ വിഷയം ഗൗരവമായി തന്നെ കാണുന്നു എന്നാണ് MA ബേബി പറഞ്ഞത്. ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങൾ ഉയർത്തുന്നവരുടെ അക്കൗണ്ടുകൾ നിശബ്ദമാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറിയുടെ നിലപാട്. വലിയൊരു സംഭവവികാസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ. ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ചോദിച്ചത്. അവിടെ ഇതെല്ലാം ചർച്ച ചെയ്യും. നേപ്പാളിലും ബംഗ്ലാദേശിലും നടന്ന ജൻസി മുന്നേറ്റങ്ങളുമായി ഇതിനെ ചേർത്ത് വായിക്കാൻ കഴിയും. അതും CC കഴിഞ്ഞിട്ട് നമുക്ക് പത്രസമ്മേളനം ഉണ്ടാവും, അന്നേരം ചർച്ച ചെയ്യും. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ക്യാമ്പയിനുകൾക്കാണ് CJP തുടക്കം കുറിച്ചിട്ടുള്ളത്. അക്കൗണ്ടുകൾ ഏത് നിമിഷവും പൂട്ടിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കുകയാണ് ഈ കൂട്ടായ്മയുടെ അനുയായികൾ. എന്തായാലും ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ പേരിലും അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളുടെ പേരിലും ഇതിനോടകം തന്നെ അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പോസ്റ്ററുകൾ രംഗത്തിറക്കി കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ BJPക്കുമെതിരായ പ്രചരണം ശക്തമാക്കാനാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഈ കൂട്ടായ്മ ആലോചിക്കുന്നത്. ക്യാമറാമാൻ ജഗദീഷ് ബിഷ്ടിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.